ബീഹാറിന്റെ ഉൾനാടുകളിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ബോധ്ഗയ കണ്ട ശേഷം അവിടെ നിന്ന് ഉൾനാടുകളിലൂടെ യാത്ര ചെയ്യുന്നത് ദശരഥ് മാഞ്ചി എന്ന ഗ്രാമീണനായ ഒരു പ്രശസ്തന്റെ ഗ്രാമം കാണാനാണ്. ഗഹ്ലോർ എന്ന ആ ഗ്രാമത്തിലേക്ക് പോകുന്നതിനിടെ കർജനി എന്ന ഗ്രാമത്തിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. രസകരമായ ചില കാഴ്ചകൾ കണ്ടിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. ഒരു വീടിന്റെ മുറ്റത്ത് ഒരു സ്ത്രീ ഇരുന്ന് എന്തോ ജോലി ചെയ്യുന്നു. കുറച്ചു കുട്ടികളും പശുവുമൊക്കെ ഉണ്ടിവിടെ. ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ഗഹ്ലോർഗഡ് എന്ന മലയുടെ ചുവട്ടിലാണ് ഈ വീട്. മണ്ണുമെഴുകിയ വീടാണ്. ഒരു സ്ത്രീ കൊയ്തെടുത്ത എന്തോ ധാന്യത്തിൽ വടികൊണ്ട് തല്ലിക്കൊണ്ടിരിക്കുന്നു. കൊയ്തെടുത്തത് മുറ്റത്തിങ്ങനെ ഉണക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ ഉണങ്ങിയതെടുത്താണ് ഈ തല്ലുന്നത്. പല ഘട്ടങ്ങളിലായി തല്ലുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ധാന്യം തൊണ്ടിൽ നിന്ന് വേർതിരിക്കുകയാണ്. വേറൊരാൾ തണ്ടിൽ നിന്ന് വേർതിരിക്കുന്നു. ഇത് പരിപ്പാണ്. മസൂർ പരിപ്പ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ കടകളിൽ കിട്ടുന്ന ചുവന്ന പരിപ്പ്. മസൂർ ദാൽ എന്ന കറിയുടെ പ്രധാന ചേരുവ. ഈ ധാന്യമൊന്നും ഇവരുടേതല്ല. വിളഞ്ഞ പരിപ്പിന്റെ ചെടിയോടുകൂടി വെട്ടി കറ്റയാക്കി ഇവിടെ കൊണ്ടുവന്നു കൊടുക്കും. ഇവർ ആദ്യമത് ആ സ്ത്രീ ചെയ്യുന്നതുപോലെ ചെടിയിൽ നിന്നും വേർപെടുത്തും. വേർപെടുത്തിയ പരിപ്പിനെ വീണ്ടും തല്ലി തോടിൽ നിന്ന് പൊട്ടിച്ചെടുക്കും. അത് ഉടമസ്ഥൻ വന്ന് കൊണ്ടുപോവുകയും ചെയ്യും. വീട് വളരെ ദരിദ്രാവസ്ഥയിലാണ്. പുല്ലുമേഞ്ഞ വീട്. അതിനകത്ത് ചൂടുകാലത്ത് കിടത്തം സുഖകരമായിരിക്കും. പക്ഷേ ഇതാണ് ഗ്രാമങ്ങളുടെ അവസ്ഥ. 2-3 കുട്ടികളുണ്ട്. അവരും കറ്റയിലൂടെ നടക്കുന്നു. ഒരു വൃദ്ധനും വൃദ്ധയുമുണ്ട്. പിന്നെ ആദ്യം കണ്ട സ്ത്രീയും. പരിപ്പ് മെതിച്ചെടുക്കുന്നതിന്റെ കൂലി ഇവർക്ക് കിട്ടുക പ്രത്യേക രീതിയിലാണ്. പരിപ്പ് പൊട്ടിച്ചത് ഒരു ചാക്കിന് 2 കിലോ എന്ന നിരക്കിലാണ് കൂലി. അല്ലാതെ പണമൊന്നും കിട്ടുകയില്ലെന്നാണ് വീട്ടുകാരി പറഞ്ഞത്. ഈ സ്ത്രീയുടെ വീടാണ് വലതുവശത്തേത്. അപ്പുറത്ത് അവളുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും താമസിക്കുന്ന വീടാണ്. അവരെല്ലാം കൂടി ചേർന്നാണ് ഈ പണി ചെയ്യുന്നത്. പല വീട്ടുകാരുടേതായി കുറെ പശുക്കൾ ഇവിടെയുണ്ട്. ഇൻസാഫാണ് എന്നെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയത്. എല്ലാ ഗ്രാമത്തിലും ഇറങ്ങുമ്പോൾ ഇൻസാഫ് കൂടെ വരും. ഞങ്ങൾ യാത്ര തുടരുകയാണ്. കർജനി ഗ്രാമമാണ് ഇതൊക്കെ. ഗഹ്ലോർഗഡ് വലതുവശത്തു കാണാം. അതിങ്ങനെ ഒരു കോട്ട കെട്ടിയതുപോലെ ഈ ഗ്രാമങ്ങളെയൊക്കെ ഏതാണ്ട് 15 കിലോമീറ്റർ അകലെ കൂടി പോകുന്ന ഹൈവേയിൽ നിന്ന് വേർതിരിക്കുകയാണ്. ഞങ്ങളീ പോകുന്ന റോഡിൽ നിന്ന് ആ ഹൈവേയിലേക്ക് ഒരു പാതയുണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ളവർക്കെല്ലാം വളരെ എളുപ്പത്തിൽ ഗയയിലെത്താമായിരുന്നു. അങ്ങനെ ഒരു പാതയില്ലാത്തതുകൊണ്ട് മലയുടെ ഇപ്പുറമുള്ള ഗ്രാമക്കാരെല്ലാം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. 50 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വേണമായിരുന്നു ഗയയിലെത്താൻ. ഭരണകൂടങ്ങളൊന്നും അതിനായി ഒന്നും ചെയ്യാതിരുന്ന കാലത്ത് അങ്ങനെ ഒരു വഴി വെട്ടിയുണ്ടാക്കുകയാണ് ദശരഥ് മാഞ്ചി എന്ന ഗ്രാമീണൻ ചെയ്തത്. ഒരു ചുറ്റികയും കല്ലുളിയും കൊട്ടയും കൊണ്ട് 22 വർഷമെടുത്ത് ആ ഗ്രാമീണൻ അത് സാധ്യമാക്കി. 1960 മുതൽ മാഞ്ചി നിർത്താതെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 1982 അദ്ദേഹം ആ റോഡ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. ബീഹാറിലെ ഇത്തരം ഗ്രാമങ്ങൾ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ വിളനിലം കൂടിയാണ്. ഭൂതപ്രേത പിശാചുക്കളിലുള്ള വിശ്വാസവും മതപരമായ വിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം നടമാടുന്ന തനി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെല്ലാം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നോർക്കണം. നിരക്ഷരതയും ഒരു പ്രശ്നമാണ്. ബീഹാറിൽ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറയുമ്പോൾ അവരെയൊക്കെ ജയിപ്പിച്ചത് ഈ ഗ്രാമങ്ങളിലെ ദരിദ്രനാരായണന്മാരാണെന്ന് ഓർക്കണം. അവരെ പ്രീതിപ്പെടുത്തുന്ന തന്ത്രങ്ങളും അടവുകളുമൊക്കെ രാഷ്ട്രീയക്കാർക്ക് വലിയ നിശ്ചയമാണ്. ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി ഇന്നും സാമൂഹികമായ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. വിദ്യാഭ്യാസമില്ലായ്മയും അന്ധമായ വിശ്വാസങ്ങളുമൊക്കെയാണ് ഇവരെ നയിക്കുന്നത്. ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എല്ലാ ഗ്രാമത്തിലും കറണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വൈദ്യുതിയില്ലാത്ത ഒരു ഗ്രാമവും ബീഹാറിന്റെ ഉള്ളിലൂടെ പോകുമ്പോൾ കാണുന്നില്ല. ഗവൺമെന്റിന്റെ കണക്കുപ്രകാരം ബീഹാറിലെ 98.8% ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്കൂളുണ്ട്.
ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിന്റെ ഭാഗമായി കൊച്ചുകുട്ടികൾക്കു വേണ്ടിയുള്ള സ്കൂളാണ്. അത്തരം ഫെസിലിറ്റികളൊക്കെ ഗ്രാമങ്ങളിൽ എത്തിയിട്ടുണ്ട്. പുതിയ കാലത്ത് ഗ്രാമങ്ങളെ പുനരുദ്ധരിക്കുന്ന ഒരു തീവ്രയജ്ഞ പരിപാടി നടക്കുന്നുണ്ട് ബീഹാറിൽ. വെളിമ്പറമ്പുകളിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. പണ്ട് അവിടം കൃഷിയിടങ്ങളായിരുന്നിരിക്കണം. മാവും പ്ലാവും പുളിമരവുമെല്ലാമുള്ള തൊടികൾ. ഇതും ഒരു സ്കൂളാണ്. എല്ലാ ഗ്രാമങ്ങളിലും അത്യാവശ്യം ഭേദപ്പെട്ട സ്കൂളുകളുണ്ട്. ഇത് ദശരഥ് മാഞ്ചിയുടെ ഒരു സ്മാരക മന്ദിരമാണ്. മാഞ്ചി സ്മൃതി ഭവൻ. ഗഹ്ലോർഘട്ട് പ്രദേശം പ്രശസ്തമായത് ദശരഥ് മാഞ്ചിയുടെ പേരിലാണല്ലോ. കോൺക്രീറ്റ് വീടുകൾ വന്നതോടെ ഗ്രാമസൗന്ദര്യം കൂടുതൽ നഷ്ടമായെന്ന് തോന്നിപ്പോകുന്നു. കാർ ഗഹ്ലോർ ഗ്രാമത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ചില ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഗഹ്ലോർഘട്ട് പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നു. ചിലയിടത്ത് ഉയരം കുറവാണ് താനും. ഇടയ്ക്ക് വലിയ പറമ്പിലെ ഒറ്റപ്പെട്ട വീടുകളും കാണാം. ഗഹ്ലോർ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദശരഥ് മാഞ്ചിയുടെ ഗ്രാമം. ഞങ്ങൾ കാർ നിർത്തിയിറങ്ങി. ഇവിടെ വഴിയരികിൽ കുറെ ചായക്കടകളും പലഹാരക്കടകളുമൊക്കെയാണ് ഇറങ്ങിച്ചെല്ലുമ്പോഴേ കാണുന്നത്. എന്നാൽ ഇനിയൊരു ചായ കുടിച്ചിട്ടാകാം നടത്തമെന്ന് തീരുമാനിച്ചു. ലോങ് ലത്ത എന്നാണ് ഈ പലഹാരത്തിന്റെ പേര്. ഇയാൾ അതിന്റെ ഉച്ചാരണം കൃത്യമായി പറഞ്ഞു തന്നു. ചായ കുടിക്കാൻ വന്നയാളാണ് ഇദ്ദേഹം. പല രീതിയിൽ പറഞ്ഞു ആൾ. ലൗങ് ലത്തയെന്നും ലോങ് ലത്തയെന്നുമൊക്കെ. ഒടുവിൽ ഇൻസാഫാണ് വന്ന് ശരിക്കുള്ള പേര് പറഞ്ഞു തന്നത്. വേറെയും കുറെ പലഹാരങ്ങളുണ്ട്. ചായ കിട്ടുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ചായ അപ്പുറത്തെ കടയിലേ ഉള്ളൂ എന്ന് പറഞ്ഞു കച്ചവടക്കാരൻ. ഇയാളുടെ കടയിൽ ജിലേബിയുണ്ട്. പിന്നെ ലിട്ടി ചോക്കയുടെ മറ്റൊരു വകഭേദം. പിന്നെ സമൂസയുണ്ട്. ഇതാണ് ലിട്ടി ചോക്ക. നമ്മുടെ ബോണ്ട പോലെയുണ്ട്, പക്ഷേ ബോണ്ടയല്ല, മധുരമില്ല. ഈ വിഭവത്തിന് അസ്പാൻ എന്നാണ് പറയുന്നത്. രസഗുള പോലുള്ള ഒരു പലഹാരമാണ്. അത് പഞ്ചസാര പാനിക്കകത്ത് ഇട്ടുവെച്ചിരിക്കുകയാണ്. കടും മധുരമുള്ള പലഹാരം. പിന്നെ ലഡുവുണ്ട്. തൊട്ടപ്പുറത്തുള്ളതാണ് ചായക്കട. ചായക്കടക്കാരൻ നല്ല ചിരിയോടെ ഒന്നാം തരം ചായ ഉണ്ടാക്കിത്തരാമെന്നേറ്റു. ഞങ്ങൾ 3 ചായ തരാൻ പറഞ്ഞു. ബിജു തോമസും ഇൻസാഫും കടയിലേക്ക് കയറി വരികയും ചെയ്തു. പാലൊക്കെ കാച്ചി കുറുക്കിയാണ് ഇവർ ചായ ഉണ്ടാക്കുക. ഉത്തരേന്ത്യയിലെ ചായ ഗംഭീര ചായയാണ്. അത് മൺകപ്പിനകത്താണ് പകർന്നു തരിക. ചായയുടെ ക്വാളിറ്റിയിൽ ഇവർ കോംപ്രമൈസ് ചെയ്യില്ല. എനിക്കതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നത് ഇഷ്ടമാണ്. ചായ റെഡിയായി. ഒരു ചാക്കിനകത്ത് നിന്ന് മൺപാത്രം എടുത്തു. അതിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. വൃത്തിയുണ്ടോ എന്ന ആശങ്ക. അത് കഴുകാറൊന്നും ഉണ്ടാവില്ല. ചുട്ട പടിയങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എങ്കിലും ഈ ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ ഒരു കപ്പിൽ തന്നെ കുടിക്കാൻ തീരുമാനിച്ചു. കടക്കാരന്റെ ഉടുപ്പിൽ ഒന്ന് തുടച്ചിട്ട് തരുന്നതാണ് അവിടുത്തെ വൃത്തിയാക്കൽ. രണ്ടും കൽപ്പിച്ചങ്ങ് കുടിക്കുക തന്നെ. നാട്ടുകാരെല്ലാം കുടിക്കുന്നതാണല്ലോ. ഒന്നാന്തരം ചായ. കപ്പിൽ നിന്നുള്ള മണ്ണിന്റെ മണം കൂടിയുണ്ട് അതിന്. എന്റെ വലിയൊരു സംശയം ഈ മൺപാത്രം എന്തുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കാത്തത് എന്നാണ്. കടയുടെ നേരെ എതിർവശത്ത് ഗ്രാമത്തിലെ വീടുകളുണ്ട്. മാഞ്ചുവട്ടിൽ കുറെ ആളുകൾ കുത്തിയിരിക്കുന്നു. ഞാൻ അങ്ങോട്ടൊന്നു ചെന്നു. ഇവിടെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഇങ്ങനെ മരച്ചുവട്ടിൽ വെറുതെ ഇരിക്കുന്നത് കാണാം. നല്ല വർണ്ണാഭമായ സാരിയൊക്കെ ഉടുത്ത് സ്ത്രീകൾ, വൃത്തിയുള്ള വേഷമിട്ട പുരുഷന്മാർ. മരച്ചുവട്ടിൽ ഒരു കയറ്റുകട്ടിലുണ്ട്. അതിൽ 3 പേർ ഒരു തരത്തിൽ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഗ്രാമത്തിന്റെ പേര് ഇവരെക്കൊണ്ട് ഒന്ന് പറയിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ചെന്നത്. ഗഹ്ലോർ ഗഹ്ലോർ എന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു തന്നു. ഇവരുടെ ഒരു ഹീറോയാണ് ദശരഥ് മാഞ്ചി. ജീവിച്ചിരുന്ന കാലത്ത് ദശരഥ് മാഞ്ചിയെക്കുറിച്ച് ഈ ഗ്രാമീണർക്ക് വലിയ മതിപ്പില്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കഥ ലോകമറിഞ്ഞപ്പോഴാണ് കഥ മാറിയത്. അടുത്ത് ഒരു വീടുണ്ട്. ആസ്ബറ്റോസ് മേഞ്ഞ മൺചുവരുള്ള വീട്. ഇവന്റെ പേര് ലൗസൻ കുമാർ എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം. ഒരു തരത്തിലുള്ള അഭിനയവുമില്ലാത്ത പച്ചയായ ഗ്രാമീണ ജീവിതമാണ്.
കുറേ മനുഷ്യർ, പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ. വലിയ ദാരിദ്ര്യമൊന്നും കാണുന്നില്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇത്തരം ജീപ്പുകളാണ് ഗ്രാമങ്ങളിലെ പ്രധാന ഗതാഗത ഉപാധി. അതിന്റെ അകത്തു മാത്രമല്ല, മുകളിലിരുന്നും ആൾക്കാർ യാത്ര ചെയ്യും. ഇവിടെ ഒരു ഗേറ്റുണ്ട്, ചുവപ്പ് നിറത്തിലുള്ള ഒരു കവാടം. ഇത് ദശരഥ് മാഞ്ചി ദ്വാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെ മുന്നോട്ട് നീണ്ടുകിടക്കുന്ന റോഡുണ്ടല്ലോ, ആ റോഡാണ് ദശരഥ് മാഞ്ചി തനിയെ വെട്ടിയുണ്ടാക്കിയത്. ദശരഥ് മാഞ്ചി സ്മാരക റോഡ് എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത് തന്നെ. തൊട്ടടുത്ത് തന്നെ ഒരു കെട്ടിടമുണ്ട്. ഇത് ദശരഥ് മാഞ്ചിയുടെ സ്മാരകമാണ്. ഒരു മണ്ഡപത്തിൽ ദശരഥ് മാഞ്ചിയുടെ ഒരു പ്രതിമ. അതിന് പിന്നിലാണ് മാഞ്ചിയുടെ സമാധി സ്ഥലം. 1934 ജനുവരിയിൽ ഈ ഗഹ്ലോർ ഗ്രാമത്തിലാണ് ദശരഥ് മാഞ്ചി ജനിച്ചത്. യൗവനത്തിൽ നല്ല ആരോഗ്യവാനായിരുന്നു അദ്ദേഹം. അന്ന് ജാർഖണ്ഡിലെ ധൻബാദിൽ ഒരു ഖനി തൊഴിലാളിയായിരുന്നു അദ്ദേഹം. അതിനിടെ ഒരിക്കൽ ഗ്രാമത്തിൽ വന്നപ്പോൾ ഫാൽഗുനി ദേവി എന്ന യുവതിയെ പരിചയപ്പെട്ടു. അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നെ ധൻബാദിലേക്ക് മടങ്ങാതെ അദ്ദേഹം ഈ ഗ്രാമത്തിൽ തന്നെ തുടരുകയായിരുന്നു. ഇതാണ് ദശരഥ് മാഞ്ചിയുടെ സമാധി സ്ഥലം. മൗണ്ടൻ മാൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു ചുറ്റികയും കല്ലുളിയും കൊണ്ട് ഒറ്റയ്ക്ക് ഒരു പർവ്വതത്തെ കീഴടക്കിയ ആളാണല്ലോ അദ്ദേഹം. ഇത് ദശരഥ് മാഞ്ചിയുടെ മകനാണ്. ഭഗീരഥ് മാഞ്ചി എന്നാണ് പേര്. ഇദ്ദേഹവും ഇപ്പോൾ നാട്ടിലെ വലിയൊരു പ്രമാണിയാണ്. എന്താണ് ജോലിയെന്ന് ഞാൻ ചോദിച്ചു. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, പണിക്കൊന്നും പോകേണ്ട കാര്യവുമില്ല. പലരും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ടു പോകുന്നു. തൊട്ടടുത്ത് തന്നെ വേറൊരാളുണ്ട്, ബുഖൻ മാഞ്ചി, ഗഹ്ലോർ ഗ്രാമത്തിന്റെ മുൻ സർപഞ്ച്. സർപഞ്ച് എന്നാൽ ഗ്രാമമുഖ്യൻ. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനമാണ് ഉത്തരേന്ത്യയിൽ സർപഞ്ചിന്. ഇദ്ദേഹം 20 വർഷം ഇവിടുത്തെ സർപഞ്ചായിരുന്നു. ദശരഥ് മാഞ്ചി സ്മാരക മന്ദിരത്തിൽ കുറെ ബെഞ്ചുകളുണ്ട്. അതിൽ സർപഞ്ചും ഭഗീരഥ് മാഞ്ചിയുമൊക്കെ ഇങ്ങനെ വന്നിരിക്കും. കുറെ നാട്ടുകാരും ഇവിടെയുണ്ട്. അങ്ങനെ നിൽക്കവെയാണ് ഇയാൾ കയറി വരുന്നത്. കാറു സിംഗ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നാണ് പറഞ്ഞത്. കാറു സിംഗിന്റെ ചേട്ടനാണ് ശരിക്കുമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഇയാൾക്ക് പട്ടാളത്തിൽ ജോലിയാണ്. അവധിക്ക് വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമത്രേ. ഉത്തരേന്ത്യയിലെ ഇതൊക്കെ നടക്കൂ. ഗ്രാമത്തിലൂടെ കടന്നുപോകുന്ന 2-3 ബസ്സുകളിലൊന്നാണിത്. ഗയിൽ നിന്ന് രാജ്ഗീറിലേക്കും ബീഹാർ ഷെരീഫിലേക്കുമൊക്കെ പോകുന്ന ബസ്. അതേക്കുറിച്ചാണ് കാറു സിംഗ് പറയുന്നത്. ഇയാൾ ഒരു തനി രാഷ്ട്രീയക്കാരനാണെന്നറിയാം. ഇന്നിവിടെ വന്ന് എല്ലാവരുടെയും കൂടെ നിൽക്കാൻ കാരണവുമുണ്ട്. മിലിറ്ററി ചില സഹായങ്ങൾ ഈ ഗ്രാമത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. അതിനുവേണ്ടി ഒരു മേജർ ഇപ്പോൾ വരും. അങ്ങനെ നോക്കി നിൽക്കെ മേജർ കാറിൽ വന്നു. ഞങ്ങൾ ചെന്ന കൃത്യസമയത്ത് തന്നെയാണ് അദ്ദേഹവും വരുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഈ ഗ്രാമത്തിനു വേണ്ടി പട്ടാളത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് വരവ്. പട്ടാളം മാത്രമല്ല, SBI ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ഈ ഗ്രാമത്തിന് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. മേജർ വന്നു. അദ്ദേഹം ഇവിടെയുള്ളവരുമായി സംസാരിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നു. കാറു സിംഗുമായും അദ്ദേഹം സംസാരിച്ചു. പിന്നെ ദശരഥ് മാഞ്ചിയുടെ മകൻ ഭഗീരഥ് മാഞ്ചിയുമായിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ മിലിറ്ററിക്ക് ചെയ്യാൻ പറ്റുന്ന ചില സഹായങ്ങളും സേവനങ്ങളും എന്താണെന്ന് പഠിക്കുകയാണ് മേജറുടെ ദൗത്യം. അവരുടെ പേഴ്സണൽ ടോക്കാണ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ദശരഥ് മാഞ്ചി പണിത റോഡ് കാണാൻ യാത്ര തുടങ്ങി. പ്രണയവും ഒറ്റപ്പെടലും ദുഃഖവുമെല്ലാമുണ്ട് ദശരഥ് മാഞ്ചിയുടെ കഥയിൽ. ഭാര്യ ഫാൽഗുനി ദേവിയോട് അതിയായ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ആ സ്നേഹം കൊണ്ടാണ്
ജാർഖണ്ഡിലെ ഖനിയിലേക്ക് ജോലിക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ച് അദ്ദേഹം ഗഹ്ലോർ ഗ്രാമത്തിൽ തന്നെ തുടർന്നത്. മുന്നിൽ കാണുന്ന ആ മല വെട്ടിയരിഞ്ഞ് ഈ വഴിയുണ്ടാക്കിയത് ദശരഥ് മാഞ്ചി ഒറ്റയ്ക്കാണ്. അതിന് കാരണമായത് അദ്ദേഹത്തിന് ഭാര്യയോടുള്ള അതിയായ സ്നേഹമായിരുന്നു. ഒരു നാൾ പറമ്പിലെ ജോലിക്കിടെ ഫാൽഗുണി ദേവി ഒരു അപകടത്തിൽപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ അവരെ ഏറ്റവും അടുത്തുള്ള വസീർഗഞ്ചിലെ ആശുപത്രിയിലെത്തിക്കണം. മല കയറിയിറങ്ങി അവിടെ എത്താനാവില്ല. ഒടുവിൽ ദശരഥ് മാഞ്ചി ഭാര്യയെയും ചുമന്ന് നടന്നു ഏതാണ്ട് 60 കിലോമീറ്റർ. പക്ഷേ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും ഫാൽഗുണി ദേവി മാഞ്ചിയെ എന്നേക്കുമായി വിട്ടുപോയിരുന്നു. അയാൾ അതീവ ദുഃഖിതനായി, ആരോടും സംസാരിക്കാതെയായി. ഒരു നാൾ ഗ്രാമീണർ കണ്ടത് ഒരു ചുറ്റികയും കല്ലുളിയുമായി മല കയറിപ്പോകുന്ന മാഞ്ചിയെയാണ്. തന്റെ ഗതി മറ്റാർക്കും വരരുത്. ഗ്രാമീണർക്ക് പെട്ടെന്ന് ആശുപത്രിയിലെത്താനാവണം. അതിനായി അയാൾ ഒരു റോഡ് പണിയാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മലയിലൂടെ ഒരു പാതയുണ്ടായത്. വെറും മണ്ണല്ല, പാറ തന്നെയാണ് മലയിൽ. ആ പാറകൾ ദശരഥ് മാഞ്ചി ഒറ്റയ്ക്ക് പൊട്ടിച്ചു നീക്കി. എന്നിട്ട് ഈ ഗ്രാമത്തെ മലയുടെ അങ്ങേ സൈഡിൽ കുറച്ചപ്പുറത്തുകൂടി പോകുന്ന ഹൈവേയുമായി കണക്ട് ചെയ്തു. അങ്ങനെ ആ ഹൈവേയിലൂടെ ഗയയിലേക്കുള്ള യാത്രാദൂരം വളരെ കുറഞ്ഞു. അതാണ് സംഭവം. ഈ മലയെയാണ് മാഞ്ചി വെട്ടിക്കീറി വഴിയുണ്ടാക്കിയത്. ഇവിടെ ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മുതിർന്നവരും ചെറുപ്പക്കാരുമൊക്കെ വരുന്നുണ്ട്. ദശരഥ് മാഞ്ചിയുടെ ജീവിതകഥ പറയുന്ന ഒരു ഹിന്ദി സിനിമ തന്നെ പുറത്തിറങ്ങിയിരുന്നു, മാഞ്ചി ദ മൗണ്ടൻ മാൻ എന്ന സിനിമ. മാഞ്ചി മലയോട് മല്ലടിക്കുന്നത് കണ്ട ഗ്രാമീണർ അത്ഭുതപ്പെട്ടിരുന്നു. ഭാര്യയുടെ മരണം അയാളെ ഭ്രാന്തനാക്കി എന്നാണ് എല്ലാവരും കരുതിയത്. മാഞ്ചി തന്റെ ജോലി തുടർന്നു. മലയിലേക്ക് കല്ലുരുട്ടിക്കയറ്റുന്ന നാരായണത്വ ഭ്രാന്തനെ പോലെ. വർഷങ്ങൾ കടന്നുപോയി. ആളുകൾ മാഞ്ചിയെ ശ്രദ്ധിക്കാതെയായി. എന്നാൽ ഗഹ്ലോർ ഗ്രാമത്തിന്റെ രക്ഷയ്ക്കായി മലയിലൂടെ ഒരു പാത തെളിഞ്ഞു വരികയായിരുന്നു. 25 അടി ഉയരമുള്ള മലയുടെ ഭാഗം അദ്ദേഹം 30 അടി വീതിയിൽ വെട്ടിക്കേറി. 110 മീറ്റർ നീളമുള്ള ഒരു വിടവ്. അത് പിന്നീട് ഒരു വഴിയായി മാറി. 22 വർഷത്തെ ഒറ്റൊരാളുടെ അധ്വാനം. വഴി പൂർത്തിയായപ്പോൾ അതൊരു അത്ഭുതമായി. ദശരഥ് മാഞ്ചി ആദരണീയനായി. 2 ദശകം നീണ്ട ദശരഥ് മാഞ്ചിയുടെ അധ്വാനം ഇന്ത്യ ഒട്ടാകെ ചർച്ചയായി. ഗവൺമെന്റ് അദ്ദേഹത്തിന് കുറെ ഭൂമി സമ്മാനമായി നൽകി. എന്നാൽ ആ ഭൂമി ഏറ്റുവാങ്ങാതെ അവിടെ തന്റെ ഗ്രാമക്കാർക്ക് വേണ്ടി ഒരു ആശുപത്രി പണിയാനാണ് മാഞ്ചി ആവശ്യപ്പെട്ടത്. ഷാജഹാൻ തന്റെ ഭാര്യയുടെ ഓർമ്മ നിലനിർത്താൻ ഖജനാവിൽ നിന്ന് വൻതുക വാരിയെറിഞ്ഞ് 22 വർഷം കൊണ്ട് താജ്മഹൽ പണിതു. ദശരഥ് മാഞ്ചി തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി 22 വർഷം സ്വയം അധ്വാനിച്ച് ഒരു പാതയും പണിതു. ഗഹ്ലോറിന്റെ താജ്മഹൽ എന്ന ഒരു വിശേഷണമുണ്ട് ഇപ്പോൾ ആ പാതയ്ക്ക്. 2007 ജൂലൈ 23-ന് ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ വെച്ച് ക്യാൻസർ ചികിത്സയ്ക്കിടെയാണ് ദശരഥ് മാഞ്ചി അന്തരിച്ചത്. ഈ ഹൈവേയിലൂടെ കടന്നുപോകുമ്പോൾ ഓർക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഹൈവേ ഒരു കാലത്ത് പിടിച്ചുപറിക്കാരുടെ ഒരിടമായിരുന്നു. വിജനമായ ഒരു പാതയാണല്ലോ. ഇതിലൂടെ പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കുന്ന പല സംഘങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. മാവോയിസ്റ്റുകളുടെ ഒരു പ്രദേശവുമായിരുന്നു ഇത്. മാവോയിസം ബീഹാറിൽ വലിയ തോതിൽ വേരൂന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെയൊന്ന് ഒഴിവാക്കിയെടുത്തിട്ടുണ്ട്. ഇത്തരം ഗ്രാമങ്ങളിലാണ് 1980കളിലും 90കളിലും നക്സലേറ്റുകളും മാവോയിസ്റ്റുകളും വേരുറപ്പിച്ചിരുന്നത്. വൻകിട ഭൂവുടമകളുടെയും ജന്മിമാരുടെയും കീഴിൽ പകലന്തിയോളം ജോലി ചെയ്തിട്ടും കൊടും ദാരിദ്ര്യത്തിലായിരുന്ന താഴ്ന്ന സമുദായക്കാരും ഗോത്രവർഗക്കാരുമാണ് മാവോയിസത്തിലേക്ക് പെട്ടെന്ന് ആകൃഷ്ടരായത്. ജാർഖണ്ഡിലെ മാവോയിസ്റ്റുകൾ ബീഹാറിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചപ്പോൾ ഗ്രാമങ്ങളിൽ അസ്വസ്ഥതകൾ പടർന്നു. അത് ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾക്കും പിന്നീട് കൂട്ടക്കൊലകൾക്കും കാരണമായി. 1992 ഫെബ്രുവരി 12 രാത്രിയിൽ ഗയ ജില്ലയിലെ ബാര എന്ന ഗ്രാമത്തിലേക്കെത്തിയ ആയുധധാരികളായ മാവോയിസ്റ്റുകൾ ഒരു കൂട്ടക്കൊല നടത്തി. വൻകിട ഭൂവുടമകളായ ഭൂമിഹാർ വിഭാഗത്തിലെ 35 പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് ഒരു കനാലിന്റെ കരയിലേക്ക് കൊണ്ടുപോയി.
കൈകൾ ബന്ധിച്ച് അവരെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. ഈ സംഭവത്തിനിടെ ഭൂമിഹാറുകളിൽപ്പെട്ട മറ്റ് 5 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗയാ ജില്ലയിലെ കർഷക തൊഴിലാളികളുടെയും ഗോത്രവർഗക്കാരുടെയും ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ സംഭവം ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചു. അതോടൊപ്പം ഗ്രാമങ്ങളിലെ മാവോയിസ്റ്റ് വേട്ടയും ശക്തമാക്കി. ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ മാവോയിസ്റ്റ് സാന്നിധ്യം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ബീഹാർ ആകെ തന്നെ ഇപ്പോൾ മാവോയിസ്റ്റ് ഭീഷണി കുറവുള്ള സംസ്ഥാനമാണ്. എങ്കിലും 90കളിലെ ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഗ്രാമങ്ങളിൽ സംഭവിച്ചിട്ടില്ല. ആ ചിന്തകളിലൂടെ, ഗ്രാമക്കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.